എന്നോട് മാത്രമുള്ള വാണിംഗ് ഫിറോസ് KHDC. എന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. ഇങ്ങനെ വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞു. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. Good morning. Have a nice day. என்ன சொல்றா? பெருமாள் சத்தியமா அந்த ஆஞ்சி கொலையும் ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയയുടെ താരം, നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്ന എന്നും വിളിപ്പേരുള്ള രേണുസുതി. അതേ രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരം തന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാവുന്ന ചില സൂചനകൾ നൽകിക്കൊണ്ടുള്ള നിരവധി വീഡിയോകൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. അതേ വളരെ വൈകാരികമായി താരം പെരുമാറുന്ന കാഴ്ച കണ്ട് മലയാളികൾ, അതായത് താരത്തിന്റെ ആരാധകർ ഒന്നടങ്കം ഏറെ ദുഃഖിതരായിരുന്നു. താരത്തെ വിമർശിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള സന്തോഷത്തിലായിരുന്നു. താരം അത്തരത്തിലൊരു കടുങ്കൈ ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരമെന്നാണ് നിരവധി ആളുകൾ പറഞ്ഞത്. എന്നാൽ ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താരം എന്താണ് ചെയ്തിരിക്കുന്നത്? അതേ ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതേ രാത്രിയിൽ ഏറെ വൈകിയും താരം ദുബായിലെ ഹോട്ടലിൽ ചില ഞെട്ടിക്കുന്ന പരിപാടികൾ ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതായത് തന്റെ എല്ലാമായിരുന്ന വളർത്തുമകൻ കിച്ചു തന്നെ തള്ളിപ്പറഞ്ഞതിനെ തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താരം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം താൻ ഒരു കടുത്ത തീരുമാനം എടുത്തേക്കാം, അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കേണ്ട സമയമായി എന്നൊരു വെളിപ്പെടുത്തൽ താരം നടത്തിയിരുന്നു. താരത്തിന്റെ ആരാധകരായിട്ടുള്ളവർ ഏറെ ആശങ്കയിലായിരുന്നു. താരത്തിന്റെ വിമർശകർ വലിയ സന്തോഷത്തിലുമായിരുന്നു. താരം ജീവിതം അവസാനിപ്പിക്കുമോ എന്ന ആശങ്കയിൽ ഇരുന്നവർക്ക് തെറ്റുപറ്റി. ജീവിതം അടുത്ത് പൊട്ടിക്കരഞ്ഞ താരം വൈകിട്ട് പൊട്ടിച്ചിരച്ചുകൊണ്ട് ആർത്തുല്ലസിച്ചുകൊണ്ട് ചില റീൽസുകൾ ചെയ്തിരിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന് ദ്വന്ദ്വ വ്യക്തിത്വം, അതെ മൾട്ടിപ്പിൾ ഒന്നിലധികം പേഴ്സണാലിറ്റി. നമുക്കറിയാം, അന്യൻ എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് ഒന്നിലധികം പേഴ്സണാലിറ്റി. ആ സീൻ ഒന്ന് വരട്ടെ. என்ன சொல்றா? பெருமாள் சத்தியமா அந்த ஆஞ்சி கொலையும் எந்த தப்பு பண்ணல. അതേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന് ഒന്നിൽ കൂടുതൽ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് തന്നെയാണ്. അതായത് നമ്മൾ ഇതിനോടകം തന്നെ താരത്തിന്റെ പല സ്വഭാവ സവിശേഷതകൾ കണ്ടിരുന്നു. ബിഗ് ബോസിൽ എന്താണ് നമ്മൾ കണ്ടത്? അതേ തന്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ താരം പൊട്ടിത്തെറിക്കുന്ന കൂട്ടുകാരികളോട്, സഹപാഠികളോട് വൈകാരികമായി പൊട്ടിത്തെറിക്കുന്ന താരത്തെയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ആൽബത്തിന്റെ അഭിനയമായിട്ട് താരം വരുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് പ്രതീക്ഷ വരുന്നു. ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പഹയം വരുന്നു. അവരുടെ മുമ്പിൽ താരം തന്റെ എല്ലാമായിരുന്ന സുധിച്ചേട്ടനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ വൈകാരികമായി ഓല കെട്ടിപ്പുണർന്ന് ഉമ്മം വെക്കുന്ന താരത്തെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കിച്ചു തന്നെ തള്ളിപ്പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും കുറച്ചു സമയത്തിന് ശേഷം KTDC ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു പഹയനെതിരെ പൊട്ടിത്തെറിക്കുന്നതാണ് കണ്ടത്. എന്താണത്? അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞോ തന്റെ അടുത്ത് വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എന്റെ കരച്ചിലെ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാം. തന്നെ പറഞ്ഞ എന്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. എന്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എന്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല.
താൻ എന്റെ പേരിലും ഇനി സംസാരിക്കണ്ട. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന താരം ഫിറോസ് എന്ന് പറയുന്ന പഹയനോട് പൊട്ടിത്തെറിച്ചു. അതിനുശേഷം പിന്നീട് എന്താണ് കണ്ടത്? ജീവിതം മടുത്തിരുന്ന താരം രാത്രി തന്റെ എക്സ്ക്ലൂസീവ് പാക്കേജിൽ തുണിയുരിഞ്ഞ് ബഹിഷ്കരിക്കുന്ന സീനുകളാണ് കാണാൻ സാധിച്ചത്. രാത്രി ഏറെ വൈകിയും താരത്തിന്റെ എക്സ്ക്ലൂസീവ് ലൈവിൽ ചില വിഭവങ്ങൾ ഉണ്ടായിരുന്നു. താരത്തിന്റെ പല ഇതും ഇവിടെ കാണിക്കാൻ കഴിയില്ല. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. ഇവിടെ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയുമധികം മൃഗീയമായ ചില ചിത്രങ്ങളും സ്റ്റോറികളുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ചില സ്റ്റോറികൾ Good morning. Have a nice day. മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന്റെ സമനില ഇന്നലെ രാത്രിയിൽ തെറ്റിയിരിക്കുന്നു. സമനില തെറ്റിയ ഒരവസരത്തിൽ കൂടുതൽ തുണി ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബിഗ് ബോസിൽ വെച്ച് പഴയ രേഷ്മ തങ്കച്ചനാവുന്ന താരം അസേട്ടൻ എന്ന് പറയുന്ന പഹയനോടും പ്രതീഷിനോടും ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് സുധിച്ചേട്ടന്റെ രേണു സുധിയായി മാറും. കിച്ചു തന്നെ തള്ളിപ്പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിച്ചുവിന്റെ സുധിച്ചേട്ടന്റെ വാവൂട്ടനായിരുന്ന കിച്ചുവിന്റെ അമ്മയായി മാറുന്നു. രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? അതേ രാത്രിയിൽ ഡാൻസ് ബാറിലെ ഡാൻസിന് ശേഷം റൂമിലെത്തുന്ന താരം പഴയ സിനിമാ താരം രേഷ്മയെ പോലെ തുണി ബഹിഷ്കരിക്കുന്ന മറ്റൊരു രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രമായി മാറുന്നു. ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഒരു ഡോക്ടർ നൽകുന്നുണ്ട്. എന്താണ്? എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് കേട്ടൊരു പദമാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ മെഡിക്കൽ പദമാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് മൈൻഡ്. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിനെ ചിത്രീകരിക്കുന്നത് രണ്ട് തരത്തിലാണ്, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോ ഈ സ്ട്രെസ് അല്ലെങ്കിൽ ചെറുപ്പത്തൊരു അബ്യൂസ് ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മയില്ലാതാവുക, അതുപോലെ തന്നെ പെട്ടെന്ന് മറ്റൊരാളെ പോലെ ബിഹേവ് ചെയ്യുക. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ഓർമ്മ ഇല്ലാത്തൊരവസ്ഥ. ഇതാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. അത് ഈ പ്രമുഖ താരത്തിന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ബാധിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരു താരത്തിനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പാടില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2-ാം തീയതി താരം മടങ്ങി വരുന്നു എന്നാണ്. 2-ാം തീയതി താരം മടങ്ങി വരുമ്പോൾ ഏറെ ഞെട്ടലുളവാക്കുന്ന ചില സംഭവങ്ങൾ തന്നെയാവാം ഒരുപക്ഷെ കാണാൻ സാധിക്കുക. എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ താരത്തിന് ഇത്തരത്തിലുള്ളൊരു സ്വഭാവ വൈകല്യം ഉണ്ടോ? അതായത് താരം ഇങ്ങനെ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് താരത്തിന്റെ ഒരു സ്വഭാവ വൈകല്യമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Buttercup, you want another.